ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കണം, നമ്മളെ കർത്താവ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ? അതോ നമ്മളീ പറയുന്നതേ ഉള്ളൂ, ഞാൻ കർത്താവിൻ്റെ സ്വന്തമാണ്, ഞാൻ കർത്താവിൻ്റെ ഇളയ ബ്രദറാണ്, ദൈവത്തിൻ്റെ പൈതലാണ് എന്നൊക്കെ ഞാൻ പറയുന്നതേ ഉള്ളൂ? അതോ കർത്താവിനെ വിശ്വസിക്കുന്നുണ്ടോ? എന്നെ വിശ്വസിക്കുന്നില്ല എങ്കിൽ കർത്താവിൽ നിന്ന് പരിശുദ്ധാത്മ നമുക്ക് ഉറപ്പ് വരും, യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. അത് കിട്ടുന്നില്ലെങ്കിൽ ഓർത്തോണം, കർത്താവ് അംഗീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നമ്മൾ പറഞ്ഞുകൊണ്ട് മാത്രമായില്ലല്ലോ. യേശുവായിട്ട് അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു. 25 യോഹന്നാൻ 2:25. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. ഒരു റെക്കമെൻഡേഷൻ ലെറ്ററും കൊണ്ട് കർത്താവിന് ചെല്ലാൻ പറ്റത്തില്ല കേട്ടോ. നമ്മുടെ ബിഷപ്പിൻ്റെയോ നമ്മുടെ അച്ഛൻ്റെയോ പാസ്റ്ററുടെയോ എൽഡറുടെയോ ഒരു റെക്കമെൻഡേഷൻ ലെറ്ററും, ഈ വരുന്ന മിറ്റി എനിക്കും സഭയ്ക്കും വളരെ വേണ്ടപ്പെട്ടവനാണ്, ഇവൻ ഒത്തിരി കാര്യങ്ങൾ സഭയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, ഇവൻ ഒത്തിരി പൈസ സ്പെൻഡ് ചെയ്തു, ഒത്തിരി മീറ്റിംഗ്സ് സ്പോൺസർ ചെയ്തു, അവിടെ ഒത്തിരി ഫുഡ് കൊടുത്തു, അവിടെ പാവപ്പെട്ടവരുടെ കല്യാണം നടത്തി കൊടുത്തു, അതുകൊണ്ട് ഇവനെ ഒന്ന് അംഗീകരിച്ചേക്കണമേ എന്ന് ഒരു റെക്കമെൻഡേഷൻ ലെറ്ററും കർത്താവിൻ്റെ അടുത്ത് ആവശ്യമില്ല. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവൻ ആവശ്യമായിരുന്നില്ല, ഓർത്തോണം. പിന്നെ മനുഷ്യനുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായിട്ട് അറിഞ്ഞിരുന്നു. അപ്പം നമ്മുടെ ഉള്ളിലുള്ളത്, നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും അകത്തെ അറയിലുള്ളത് എന്താണെന്ന് കർത്താവിന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് വചനം പറയുന്നത്, അവൻ്റെ മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല, സകലവും നഗ്നവും മലർന്നു. എവരിതിങ് ഈസ് നേക്കഡ് അല്ലെ ബെയർ ബിഫോർ ഹിസ് ഐസ്. ഒന്നും മറച്ചു വെക്കാൻ പറ്റില്ല, എങ്ങും കൊണ്ട് വിളിച്ചു വെക്കാൻ പറ്റത്തില്ല, ഒരു ലോക്കറിലും വെക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഓരോ ചിന്തകളും, നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾ, ഞാൻ PTF ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള എൻ്റെ എന്താണോ ഉദ്ദേശം, എൻ്റെ ആഗ്രഹം, എൻ്റെ ലക്ഷ്യം എല്ലാം കർത്താവിൻ്റെ റിവീൽഡായിക്കോട്ടെ ഇരിക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? പിന്നെ ആരുടെയും റെക്കമെൻഡേഷൻ ആവശ്യമുണ്ടോ? അപ്പോൾ പ്രത്യേകിച്ച് ഓർത്തോണം, നമ്മളെപ്പോഴും കർത്താവിൻ്റെ ഭാഗം നമുക്കൊരു ക്ലിയർ കോൺഷ്യൻസ് ഉണ്ടാവണം. ആരും പെർഫെക്റ്റ് ഇല്ല കേട്ടോ, ആരും പെർഫെക്റ്റ് ഇല്ല. അതുകൊണ്ടാണ് വെളിച്ചത്തിൽ നടക്കാൻ പറയുന്നത്. വെളിച്ചത്തിൽ നമുക്ക് കർത്താവിനോട് കൂട്ടായ്മയുണ്ട്. അപ്പോൾ ആ വെളിച്ചം നമ്മളുടെ കുറവുകളെ കാണിച്ചു തന്നുകൊണ്ടേയില്ല. അന്ധകാരത്തിൽ നടക്കുന്നെങ്കിൽ പിന്നെ നമ്മൾ ഇരുട്ടി തപ്പി ഒന്നും നമുക്ക് കാണത്തില്ല. വെളിച്ചത്തിലാണെങ്കിൽ, പൂർണ്ണമായിട്ട് പ്രകാശത്തിലാണെങ്കിൽ നമുക്ക് ആ ചെറിയ സ്പോട്ട് വരുമ്പോൾ പോലും കാണാൻ പറ്റും. എന്നിട്ട് പറയാം, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നമ്മൾ അതിൽ നിന്ന് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മൾ വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ കപടതയില്ലാതെ നടക്കുക. വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ പാപമില്ലാതെ നടക്കുക എന്നല്ല എൻ്റെ അർത്ഥം. കപടതയില്ല, അതൊന്നും മറച്ചു വെക്കാതെ. കാരണം മറച്ചു വെച്ചിട്ട് കാര്യമില്ല, മറച്ചു വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഒരു കാര്യം പറ്റുമ്പം അതങ്ങ് ഏറ്റു പറഞ്ഞു, കർത്താവേ പറ്റിപ്പോയി, എന്നെക്കൊണ്ട് ഇത്രേ പറ്റുന്നുള്ളൂ, എനിക്ക് പറ്റുന്നില്ല. അല്ലോണ്ട് അതിന് പറയുന്നത്, കർത്താവ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, നിനക്ക് വേണ്ടി ഞാൻ അതൊക്കെ ചെയ്യും, പിന്നെ ഇതങ്ങ് മറന്നാൽ പോരെ, മനുഷ്യനല്ലേ, അങ്ങനെയൊക്കെ പറ്റാതിരിക്കുമോ എന്നൊന്നും പറയാൻ നിൽക്കരുത്, അല്ലെ മിണ്ടാതിരിക്കരുത്. അത് അന്നേരം അത് ക്ലീൻ ചെയ്ത് പോകാന്നുള്ളത്. അപ്പോൾ മനുഷ്യനുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയവും ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളും അവസ്ഥകളും കർത്താവിന് അന്നേരം അറിഞ്ഞോണ്ടേ. കർത്താവ് കംപ്ലീറ്റ്ലി സ്കാൻഡ്, എപ്പോഴും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അത് കാണുമ്പോഴാണ് കർത്താവ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതോ അപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ, നമ്മൾ പെർഫെക്റ്റ് ഒന്നും അല്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം, എനിക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കണം, എനിക്ക് കർത്താവിൻ്റെ സ്വഭാവത്തിനോട് അനുരൂപരാകണം, എനിക്ക് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടണം, എനിക്ക് കർത്താവിന് വേണ്ടി ജീവിക്കണം, എനിക്ക് എന്നെ തന്നെത്താൻ ത്യജിച്ച് എൻ്റെ ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാൻ പറ്റണം. എപ്പോഴും ചെയ്യാൻ പറ്റുന്ന വരുന്നില്ല. പക്ഷെ അന്നേരവും നമ്മുടെ ആഗ്രഹം, കർത്താവേ ഐ ഡോണ്ട് വാണ്ട് ടു സിൻ, എനിക്ക് എൻ്റെ ഇഷ്ടം ചെയ്യണ്ട, എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ ഇഷ്ടം ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞാൻ തെറ്റിപ്പോയി,
ഞാനങ്ങ് വേദനിപ്പിച്ചു, എന്നോട് ക്ഷമിക്കണം. നിരന്തരമായ മാനസാന്തരവും നിരന്തരമായ സ്വയം എന്താ പറയുക സെൽഫ് ജഡ്ജിങ്ങും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിന് വേണ്ടിയിട്ടുള്ള നിലവിളിയും പ്രാർത്ഥനയും എന്നെ സഹായിക്കണേ. അപ്പോൾ കർത്താവ് നോക്കുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് അല്ലെങ്കിലും നമ്മുടെ ആഗ്രഹവും ശരിയാണ്, ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്ക് പലപ്പോഴും പറ്റുന്നില്ല. അപ്പോൾ കർത്താവിനെ പിടിക്കട്ടെടാ, ഇവൻ പെർഫെക്റ്റ് അല്ലെങ്കിലും ഇവന് പെർഫെക്ഷന് വേണ്ടി ഒരു ആഗ്രഹമുണ്ട്, കാരണം ഇവനെന്നെ സ്നേഹിക്കുന്നു. കർത്താവ് പറഞ്ഞ കാര്യം, എന്നെ സ്നേഹിക്കുന്നതിന് എന്നെ അനുസരിക്കും. പൂർണ്ണമായിട്ട് അനുസരിക്കാൻ ഒരു മനുഷ്യൻ പറ്റിയിട്ടില്ല കർത്താവിനെ ഒഴിച്ച്. പക്ഷേ പ്രസ്സിങ് ഓൺ ടു പെർഫെക്ഷൻ, ഓരോ ദിവസം കഴിയും തോറും ഓരോ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഓരോ ബലഹീനതയിൽ നിന്നും ബലം പ്രാപിച്ച് മുമ്പോട്ട് പോവുക. അപ്പോൾ ആ ഹൃദയത്തെ നമ്മൾ സ്കൂളിൽ നമ്മൾ ചില സ്റ്റുഡൻസ് ഉണ്ട്, അവർക്ക് പഠിക്കാൻ വലിയ ബുദ്ധിയൊന്നും കാണത്തില്ല, ചെറുപ്പയിൽ ആഗ്രഹം എങ്ങനെയെങ്കിലും നല്ല മാർക്ക് മേടിക്കണം. അവർ ചിലപ്പം ചില സബ്ജക്ട്സിന് തീരെ കുറഞ്ഞ മാർക്കായിരിക്കും, അതിനുള്ള ബുദ്ധി ഉണ്ടായിരിക്കത്തില്ല, അറിവുണ്ടായിരിക്കത്തില്ല, സാഹചര്യമില്ലായിരിക്കും. പക്ഷെ അവരങ്ങ് ഹാർഡ് വർക്ക് ചെയ്യും, കാരണം അവരുടെ ആഗ്രഹം മുഴുവൻ എനിക്ക് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണം. അപ്പോൾ അവരെക്കുറിച്ച് ടീച്ചേഴ്സ് എന്താ പറയുന്നത്? അവൻ ഭയങ്കര ആത്മാർത്ഥതയുള്ളവൻ, അവനാ അത് ഇങ്ങനെ ആയിരിക്കണം സ്റ്റുഡൻസ്. ഇതുപോലെയാണ് നമ്മുടെ ഹൃദയം. കർത്താവ് നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്. ശരിയാണ്, അവന് കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്, ഇപ്പോഴും ഒന്നും ആയിട്ടില്ല, പക്ഷെ അവന് ഭയങ്കര ആഗ്രഹമാണ് എന്നെ പോലെ ആകണമെന്ന്. അങ്ങനെ പറയും, അതിന് അപ്രൂവൽ എന്ന് പറയും. അതോ കർത്താവ് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ചുമ്മാ കർത്താവ് മുമ്പിൽ തള്ളല്ലേ, വികാരത്തിൻ്റെ തള്ളലിൽ കയറി വാഗ്ദാനങ്ങൾ നടത്തല്ലേ കർത്താവിനോട്. കർത്താവ് ഞാൻ അങ്ങനെ ചെയ്തോളാം, ഞാൻ ഇങ്ങനെ ചെയ്തോളാം. പഴയ ദിവസത്തിൽ കാര്യം പറയണം, നേർച്ച നിറവേറ്റുന്നുണ്ടെങ്കിൽ നേർച്ച നേരുന്നവൻ അത് നിറവേറ്റാൻ ബാധ്യസ്ഥനാണ്. പറ്റിയല്ലേ, വേണ്ട എന്ന് പറയാൻ നമ്മൾ കർത്താവിനൊരു തീരുമാനം പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്തോളാം ഇങ്ങനെ ചെയ്തോളാം എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ടത് പറ്റുമോ ഇല്ലയോ നമ്മൾ ആദ്യം ഒന്ന് ആലോചിക്കണം. ചുമ്മാ അതൊരു പറയില്ല കേട്ടോ, കർത്താവിന് ഇഷ്ടമല്ല. പൊള്ളയായ വാഗ്ദാനങ്ങൾ രാഷ്ട്രീയക്കാർ ചെയ്യുമ്പോൾ മനുഷ്യന് ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ കർത്താവിൻ്റെ അടുത്ത് ചെയ്താലോ? പലരും അതൊന്നും അറിയുന്നില്ല. പിന്നീട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിപ്പോൾ നടന്നില്ല, ഞങ്ങളിപ്പോൾ എന്നാ ചെയ്യാൻ, ഞങ്ങൾ നോക്കിയത് ആലോചിച്ചത് ആഗ്രഹിച്ചത് പക്ഷെ നടന്നില്ല. എത്ര നിസ്സാരം. പിന്നെന്തിനാ ഈ പറയരുത് കർത്താവ് അനുഗ്രഹിക്കട്ടെ.